60 കോടിയിലേറെ പേർ വോട്ട് ചെയ്ത ഐതിഹാസികമായ തിരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു പാഠമുണ്ട്. മൂന്നാം വട്ടവും അധികാരം ലഭിച്ചിരിക്കുന്ന എൻഡിഎ തികഞ്ഞ ജാഗ്രതയോടെ ഭരണം നടത്തേണ്ടിയിരിക്കുന്നു. വ്യക്തമായൊരു ജനവിധിയാണ് ഇത് എന്ന് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഒരല്പം പിറകോട്ട് ചിന്തിക്കുക. BJPക്ക് 2 സീറ്റ് മാത്രം ലഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ നിന്നാണ് BJP ഇന്ന് കാണുന്ന ഈ ഗ്ലാമറിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറിയത്. 2004-ലും 2009-ലും BJPക്കും സഖ്യത്തിനും അധികാരം ലഭിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ നിരാശപ്പെടുകയോ നിഷ്ക്രിയരാവുകയോ ചെയ്യേണ്ട ആവശ്യം BJPക്കില്ല. ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രതീക്ഷകൾ ഒരുപാടായിരുന്നു. കണക്കുകൂട്ടലുകൾ വേറെയായിരുന്നു. ഈ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും പൂർണ്ണമായും ശരിവെക്കുന്ന ഒന്നല്ല വിജയമെങ്കിലും 60 കോടിയിലേറെ പേർ വോട്ട് ചെയ്തു എന്നത് തന്നെ ഒരു ലോക റെക്കോർഡാണല്ലോ. ഫലം വന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗം തന്നെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ. അതിനപ്പുറം ജനവിധി എന്തായാലും അത് അംഗീകരിക്കാനുള്ള മാന്യത, പക്വത, ഇതൊക്കെ എല്ലാ പാർട്ടികളും കാണിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ മര്യാദയാണ്. ഒരു കാര്യം സമ്മതിക്കേണ്ടതുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് 10 വർഷമായി രാജ്യം ഭരിച്ച NDA സഖ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം എത്തിയില്ല. എന്നാൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ച BJPക്ക് ഇക്കുറി അത് ലഭിച്ചില്ല എന്നത് ഒരു വസ്തുതയുമാണ്. അതേസമയം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അത് BJP തന്നെയാണ്. NDA സഖ്യത്തിന് രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും രാജസ്ഥാനിലുമൊക്കെ BJP പിന്നോട്ട് പോയി. അതിന് പൊതുവായ കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അമിതമായ ആത്മവിശ്വാസം നേതാക്കളെയും അണികളെയും അലസരാക്കിയോ എന്നതും തള്ളിക്കളയാൻ പാടില്ല. അധികാരത്തിൽ മൂന്നാം ഊഴത്തിന് ശ്രമിച്ച BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നേരിട്ടത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ ഇന്ത്യ സഖ്യവും മാത്രമല്ല, ലോകരാഷ്ട്ര സമുച്ചയത്തിൽ ഭാരതം ഉയർന്നു വരുന്നതിനെ അംഗീകരിക്കാത്ത വലിയ ശക്തികളും ഉണ്ടായിരുന്നു. മോദിക്ക് മൂന്നാം ഊഴം ലഭിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരായിരുന്നു ഈ വൈദേശിക ശക്തികൾ. പലതരത്തിൽ തങ്ങളുടെ എതിർപ്പുകൾ അവർ പലയിടത്തും പ്രകടിപ്പിച്ചിരുന്നു. ചൈന മാത്രമല്ല, അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇതിലുണ്ടായിരുന്നു. ഇവരുടെ താല്പര്യത്തോട് ചേർന്ന് പോകുന്ന അതേ സ്റ്റൈലിലുള്ള അതേ ശൈലിയിലുള്ള പ്രചാരണമാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ചില രാജ്യങ്ങൾ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിച്ചു എന്ന വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷത്തെ ദേശീയ പാർട്ടികൾ മാത്രമല്ല, ചില പ്രാദേശിക കക്ഷികളും രാജ്യത്തിന്റെ ഉത്തമ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുകയും പുരോഗതി ഉറപ്പുവരുത്തുകയും അല്ല, അധികാരമാണ് ഇക്കൂട്ടർ ലക്ഷ്യം വെച്ചത്. എന്തൊക്കെ അട്ടിമറികൾ നടത്തിയിട്ടാണെങ്കിലും അധികാരം പിടിക്കുക, ആ ലക്ഷ്യം മാത്രമാണ് അവരെല്ലാം കണ്ടത്. അതിനുവേണ്ടി മതം, ജാതി, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വ്യത്യസ്ത ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. ഇതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വിജയിച്ചു. അതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഈ പ്രവണതകളെയാണ് നാം ചെറുക്കേണ്ടത്. 10 വർഷത്തെ മോദി ഭരണത്തിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളെ നിലനിർത്തണം, ഉറപ്പുവരുത്തണം, വികസനത്തെ മുന്നോട്ട് നയിക്കണം. BJPക്ക് അന്യമാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ദക്ഷിണ സംസ്ഥാനങ്ങൾ, അവിടെ BJPയുടെ വിജയം നോക്കുക. തിളക്കമാർന്ന വിജയമല്ലേ NDA കൈവരിച്ചത്. കർണാടകയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം BJP നിലനിർത്തി. ആന്ധ്രയിലും തെലങ്കാനയിലും അപ്രതീക്ഷിത മുന്നേറ്റമാണ് NDA നടത്തിയത്. കേരളത്തിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് BJP നേടിയിട്ടുള്ള വിജയം ചരിത്രപരമാണ്. ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന NDAയിലെയും UDFിലെയും 20-ലേറെ കക്ഷികളെ നേരിട്ടാണ് സുരേഷ് ഗോപി ആധികാരികമായ വിജയം തൃശ്ശൂരിൽ നേടിയത്. തിരുവനന്തപുരത്തെ കാര്യം, ആറ്റിങ്ങലിലെ കാര്യം, ആലപ്പുഴ, പൊന്നാനി, ആലത്തൂർ, പാലക്കാട്, ഇവിടെയൊക്കെ BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ വളരെയധികം സ്വാധീനിക്കും. BJPക്കും സംഘപരിവാറിനുമെതിരെ പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രചാരണ ശൈലിയുണ്ട്. ആ പ്രചാരണ ശൈലിയെ അതിജീവിച്ചാണ് ഈ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ കുപ്രചരണം അത് ജനങ്ങളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിച്ചു. BJPക്ക് 400 സീറ്റ് ലഭിച്ചാൽ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന കുപ്രചാരണം വോട്ടർമാരെ വഴിതെറ്റിച്ചു. തരം കിട്ടിയപ്പോഴൊക്കെ ഭരണഘടനയെ നിന്ദിച്ചവരും അട്ടിമറിച്ചവരുമാണ് ഈ കുപ്രചരണം നടത്തിയത്. ഈ ശക്തികൾ ഇനിയും അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതണ്ട. അധികാരം ലഭിക്കാത്തതിൻ്റെ അമർഷവും രോഷവും പലതരത്തിൽ പ്രകടിപ്പിച്ചിരിക്കും. അപ്പോൾ ഭരണഘടനയെ അവഹേളിച്ച്, ഭരണഘടനയെ അപമാനിച്ചിട്ട് തന്നെ ആ ഭരണഘടനയുടെ പേരിൽ രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ മനസ്സിലാക്കുക, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക. മോദിയുടെ ഭരണത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അത് തുടർന്ന് തന്നെ വീണ്ടും ശക്തമായി വികസിത പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകും. അതിന് വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ടാണ് എന്നുള്ളത് ഓരോ പൗരനും മറക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.